الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم الشيطان يعدكم الفقر ويأمركم بالفحشاء والله يعدكم مغفرة منه وفضلا والله واسع عليم. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു പിശാചാണ്, ഇബ്ലീസാണ് എന്ന് ഖുർആൻ അനേകം സൂറത്തുകളിൽ അനേകം സന്ദർഭങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞ് കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കി. മനുഷ്യനെ പിഴപ്പിച്ച് നരകത്തിലേക്ക് എത്തിക്കുക എന്നതാണ് പിശാചിന്റെ അടിസ്ഥാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ പിശാച് വഴിപിഴപ്പിക്കുന്നത് ശിർക്കിലേക്കും കുഫ്റിലേക്കും അവനെ കൊണ്ടുപോകുക എന്നതാണ്. അതിൽപ്പെടാത്തവരെ പെട്ടവരെ കൂടി വിദഅത്തിലേക്ക് കൂടി കൊണ്ടുപോവുക എന്നതാണ്. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കി. ഒരാൾ ശിർക്കിലകപ്പെട്ടാൽ അല്ലെങ്കിൽ കുഫ്റിലകപ്പെട്ടാൽ പിന്നെ അവന്റെ കാര്യത്തിൽ യാതൊന്നും പിശാചിന് ശ്രദ്ധിക്കേണ്ടതില്ല. പണി എളുപ്പമായി. അവൻ നരകത്തിന്റെ അവകാശിയായി മാറിക്കഴിഞ്ഞു. ആരെങ്കിലും അതിൽ നിന്ന് മോചിതനായി റബ്ബിന്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ പിശാച് അപ്പോഴും വെറുതെ വിടില്ല. അവനെ ബിദ്അത്തുകൾ ചെയ്യിക്കുന്ന പ്രേരണ നൽകും. അങ്ങനെ രണ്ട് ഷഹാദത്തും ബാത്തിലാക്കി കളയും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന രണ്ട് ഷഹാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളും മുസ്ലിങ്ങളായത്. അത് രണ്ടും ബാത്തിലാകുന്നതോടുകൂടി അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഏതെങ്കിലും മനുഷ്യർ ഇതിനെയും അതിജയിച്ചാൽ വളരെ ശ്രദ്ധിക്കണം. ശിർക്ക്, കുഫ്ർ, ബിദ്അത്തുകളിൽ നിന്ന് അവൻ അതിൽ നിന്ന് മോചിതനായാൽ, പിശാചിന്റെ വഞ്ചനയിൽ അകപ്പെടാതെ പോയാൽ അവനെയും ഇബ്ലീസ് വെറുതെ വിടുകയില്ല. അത്തരം ആളുകളെ ചതിക്കുക രണ്ട് രീതിയിലാണ്. ഒന്ന്, സൽക്രമങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് അവനെ തടയും, അല്ലെങ്കിൽ തിന്മകൾ ചെയ്യാൻ പ്രേരിപ്പിക്കും. ചിലരെ ഏതെങ്കിലും ഒന്ന്, ചിലരെ രണ്ടും കൂടി സൽക്കർമ്മം ചെയ്യാതിരിക്കുകയും കുറ്റകരമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നതിലേക്ക് പിശാച് പ്രേരണ നൽകും.
അശ്രദ്ധനല്ല പിശാച്. ഒരു വിഷയത്തിൽ കിട്ടിയില്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ പഠിക്കാവുന്നതാണ്. സൂറത്ത് തഗാബുൻ അല്ലാഹു പറയുന്നു, യൗമ യജ്മഉക്കും ലിയൗമിൽ ജം. ആ സമ്മേളന ദിവസം നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. ദാലിക യൗമുൽ തഗാബുൻ, അന്നാണ് നഷ്ടം വെളിവാകുന്ന ദിവസം. നഷ്ടം, ശരിയായ നഷ്ടം ബോധ്യപ്പെടുക ഇപ്പോഴല്ല, അന്നാണ് നഷ്ടം വെളിവാകുന്ന ദിവസം. വമൻ യുമിൻ ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ വിശ്വസിക്കുകയും വയഅമൽ സാലിഹൻ, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും യുകഫിറു അൻ സയ്യിആതിഹി, അവന്റെ പാപങ്ങളാണ് അല്ലാഹു പുറത്തു കൊടുക്കുക. വയുദ്ഖിലുഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്വാരങ്ങളിലൂടെ നദികളൊഴുകുന്ന സ്വർഗ്ഗാരാമങ്ങളിൽ അല്ലാഹു അവനെ പ്രവേശിപ്പിക്കും. ഖാലിദീന ഫീഹാ അബദാ, എന്നെന്നും ശാശ്വതമായി സ്വർഗ്ഗത്തിൽ. ദാലികൽ ഫൗസുൽ അദീം, അതാണ് മഹത്തായ വിജയം, സൗഭാഗ്യം. അതാണ് ആ സൗഭാഗ്യത്തിൻ്റെ അവകാശികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സൗഭാഗ്യം മനുഷ്യർക്ക് കിട്ടരുത് എന്നതാണ് ഇബ്ലീസിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ആ നഷ്ടം ഒഴിവാവുക എങ്ങനെ? സൽക്കർമ്മം ചെയ്യാതെ പോയവർക്കും തിന്മ ചെയ്തവർക്കും കൃത്യമായ നഷ്ടബോധമുണ്ടാവുന്ന ദിവസം ആ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടുന്ന ദിവസമാണ്. അപ്പോൾ ഇതിലൊരു സൂറത്തുണ്ട്, തഗാബുൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു സൂറത്തുണ്ട് ഖുർആൻ. നഷ്ടം വെളിപ്പെടുന്ന ദിനത്തെക്കുറിച്ചാണ് ആ സൂറത്തിൽ വിശദീകരിക്കുന്നത്. അപ്പം ശരിയായ ഈമാൻ പോരാ, നിങ്ങൾക്കറിയാം ഖുർആന്റെ പ്രയോഗം മുഅ്മിനീങ്ങളെ വിശദീകരിക്കുന്നത് ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി, ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി. എപ്പോഴും ഈമാന്റെ കൂടെ അമലുസ്സാലിഹ്. അവൻ ഈമാനെ കണ്ട് ശിർക്കൊന്നും ചെയ്യുന്നില്ല, സൽക്കർമ്മം ചെയ്യാൻ ഭയങ്കര മടി. ആ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് പിശാച് തടയുക ഏറ്റവും പ്രധാനമായി സാമ്പത്തിക രംഗത്താണ്. നിസ്കരിക്കാൻ തയ്യാറാവും, നോമ്പൊടിക്കാനും തയ്യാറാവും, തിക്റ് ചെല്ലാനും തയ്യാറാവും. സാമ്പത്തികമായ റബ്ബ് പറഞ്ഞ നിർബന്ധവും ഐച്ഛികവുമായ പുണ്യകർമ്മങ്ങൾ, സക്കാത്ത് പോലുള്ള നിർബന്ധ കർമ്മങ്ങൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കുന്ന വിഷയങ്ങൾ, അതുപോലെ ഈ പാവങ്ങളെ സഹായിക്കുന്ന വിഷയത്തിൽ, ധർമ്മങ്ങൾ നിർവഹിക്കുന്ന വിഷയത്തിൽ പിശാച് അവനെ തടയും. സൽക്കർമ്മങ്ങളിൽ അധികവും പിശാച് ജയിച്ചു നിൽക്കുന്നത് സാമ്പത്തിക രംഗത്താണ്. മനുഷ്യ തടയും. അല്ലാഹു പറഞ്ഞു നോക്കൂ, സൂറത്തുൽ ബഖറയിൽ അശ്ശൈത്താനു യഅിദുകുമുൽ ഫഖ്റ, പിശാച് എപ്പോഴും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് ദാരിദ്ര്യത്തെയാണ്. വയഉമുറുകും ബിൽ ഫഹ്ശാ, എന്നിട്ട് നിങ്ങളോട് കൽപ്പിക്കുന്നത് മ്ലേച്ഛകരമായ കാര്യം ചെയ്യാനാണ്. വല്ലാഹു യഅിദുകും മഗ്ഫിറതൻ, അല്ലാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത് നിങ്ങളുടെ പാപം പുറത്തു തരാം. മഗ്ഫിറത്താണ്, മിൻഹു വഫളൻ, അല്ലാഹു ഔദാര്യം നിങ്ങൾക്ക് തരാം. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കിയാൽ നിങ്ങളുടെ പാപം പുറത്തു തരാം. കൂടാതെ റബ്ബിന്റെ ഫള്, ഔദാര്യം നിങ്ങൾക്ക് നൽകാം. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു വളരെ വിശാലനും സർവജ്ഞനുമാണ്. പിശാച് എന്താ പറയാ അവിടെ? സക്കാത്ത് കൊടുത്താൽ തീർന്നു പോകും, കുറയും. സദഖ ചെയ്താൽ കുറഞ്ഞു പോകുന്നതാണ്. എങ്ങനെ കണക്കൂട്ടിയാൽ? നിങ്ങൾ ആ കണക്കൊന്ന് കൂട്ടി നോക്കിയേ. 4ൽ നിന്ന് 2 പോയാൽ 2 എന്നാണ് കണക്കാണ്. ഒരു തെറ്റില്ലല്ലോ. ഗണിത ശാസ്ത്രം അതല്ലേ. 10ൽ നിന്ന് 2.5 പോയാൽ അത് 7.5 കുറയും. അതാണല്ലോ ഭൗതിക ഗണിതശാസ്ത്രം. ശൈത്താൻ തന്നെ പറയും കുറയും. നിങ്ങളുടെ കുടുംബത്തിന് കിട്ടേണ്ടതാ, നിങ്ങളാ സക്കാത്തായി കൊടുത്തത്. നിങ്ങളുടെ ഭാര്യയും മക്കളും തിന്നേണ്ടതാണ്. നിങ്ങളാ യതീമുകളെ സഹായിച്ചത്. നിങ്ങളുടെ കുടുംബത്തിന് മെച്ചമാകേണ്ടതാണ്. നിങ്ങൾ അള്ളാഹിന്റെ മാർഗം എന്ന് പറഞ്ഞ് കൊണ്ടുകൊടുത്തത്. അതുകൊണ്ട് കുറയും എന്ന് പിശാച്
അള്ള പറയുന്നത് കൂടുമെന്നതാണ്. അതാണ് ഈ ആകാശ ലോകത്തെ ഗണിതത്തിലുള്ള ഒരു പ്രശ്നമാണ്. കൂടും, കുറയല്ല, കൂടും. ആ ഇൽമിനാണ് ഹിക്മത്ത് എന്ന് പറയുക. നമ്മുടെ ഇൽമ്, ഗണിതശാസ്ത്രത്തിലെ നമ്മുടെ ഇൽമ്, നാം 10-ൽ നിന്ന് 5 കൊടുത്താൽ ബാക്കി 5 തീരുമെന്നതാണ് ഹിക്മത്തിലൂടെ ലഭിക്കുന്ന ആ കണക്ക്. നിങ്ങൾ കൊടുക്കുന്തോറും ഏറിക്കൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും. 10 ഇരട്ടിയല്ല, 100 ഇരട്ടിയല്ല, 700 ഇരട്ടി. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അതിനപ്പുറം വർദ്ധിപ്പിച്ചു കൊടുക്കും. ഈ ശൈത്താന്റെ ഉപദേശം കേട്ടിട്ട് കൊടുക്കാതെ വെച്ചവർ എപ്പോഴാണ് നഷ്ടബോധം? ചെലവാക്കിയില്ല, ഇതൊക്കെ ഇട്ടിട്ട് അങ്ങ് പോവാ, മരിച്ചു പോവാ. പള്ളിക്കും കൊടുത്തില്ല, മദ്രസക്കും കൊടുത്തില്ല, ദീനീ കാര്യത്തിനും ചെലവാക്കിയില്ല, പാവങ്ങളെ സഹായിക്കാനും ചെലവാക്കിയില്ല, സക്കാത്തും കൊടുത്തില്ല. എന്നിട്ട് അത് വിളിച്ചിട്ട് പോകുമ്പോഴാണ് നഷ്ടം വെളിവാകുന്ന ദിനം എന്ന് പറഞ്ഞത്. ഖേദമാണ്, ഭയങ്കര നെടുങ്കേദം. എന്റെ സമ്പത്ത്, ഞാൻ അധ്വാനിച്ചത് എനിക്കും ഉപകരിച്ചില്ല, പരലോകത്തേക്ക് ഉപകരിച്ചില്ല എന്ന നഷ്ടബോധത്തിലേക്ക് വരും. ഇത് അള്ളാഹു നൽകുന്ന വിജ്ഞാനത്തിന്റെ പ്രത്യേകത. അതിനാണ് ഹിക്മത്ത് എന്ന് പറയുക. അള്ള പറയുന്നു, അള്ള ഉദ്ദേശിക്കുന്നവർക്കാണ് അള്ള ഹിക്മത്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഹിക്മത്ത് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനാണ് അള്ള ഏറ്റവും വലിയ ഹൈർ ചെയ്തിട്ടുള്ളത്. കുറേ സമ്പത്ത് കിട്ടി, 2 സ്ഥാനമാനങ്ങൾ കിട്ടി, അവനല്ല. ഹിക്മത്ത് ലഭിക്കണം, ആ കണക്ക് പിടിയിട്ടണം. ഞാൻ ചെലവാക്കിയാൽ എനിക്ക് ലാഭമാണ്. ബുദ്ധിയുള്ളവരല്ലാതെ, കണ്ണുള്ളവരല്ലാതെ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല. ഈ കാമ്പില്ലാത്തവർ ഇത് പൊതിഞ്ഞ് പിടിച്ച് ചെലവാക്കാതെ, ദീനീ മാർഗത്തിൽ ചെലവാക്കാതെ, അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കുന്ന വിഷയത്തിൽ ചെലവാക്കാതെ പിടിച്ചു വെച്ച് പൊതിഞ്ഞു വെച്ച് അവസാനം 2 കൈയും മലർത്തിയിട്ടാണ് പരലോകത്തേക്ക് പോകുന്നത്. എപ്പോ പോകും അറിയില്ല. 50-ന്റെയും 30-ന്റെയും ഇടയിലുള്ള ചെറുപ്പക്കാർ ജോലി ചെയ്തുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീഴുന്ന ചരിത്രമാണ് ഇപ്പൊ നമ്മുടെ ചുറ്റും, നമ്മുടെ നാട്ടിലും ചുറ്റിലും കേട്ടുകൊണ്ടിരിക്കുന്നത്. കുഴഞ്ഞു വീണു മരിക്കുന്നു. ചായപ്പീടിയ തുറന്നവൻ 4 ആൾക്ക് ചായ കൊടുത്തതിന് ശേഷം കുഴഞ്ഞു വീഴുന്നു. രാത്രി പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന വീട്ടമ്മ കുഴഞ്ഞു വീണു മരിക്കുന്നു. ഇത് അടുത്ത മാസം, അടുത്ത കൊല്ലം ഉപയോഗിക്കാം എന്ന നിലക്കാണ് നമ്മൾ കൂട്ടിപ്പിടിച്ചത്. നമുക്കും കിട്ടിയില്ല, പുണ്യം കിട്ടിയില്ല. അതുകൊണ്ട് ഈ ഹിക്മത്ത് ബോധ്യപ്പെട്ടാൽ അവൻ സമാധാനത്തോടെ ചെലവാക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കും. ഈ വിഷയത്തിലാണ് പിശാച് മനുഷ്യന് ഏറ്റവും കൂടുതൽ 2 കാര്യം പറഞ്ഞല്ലോ. 1, നന്മ ചെയ്യുന്നതിൽ നിന്ന് തടുക്കും. 2, തിന്മ ചെയ്യിക്കും. നിസ്കാരം കണ്ട്, നോമ്പൊക്കെ കണ്ടു, അള്ളാഹ് ഹറാമാക്കിയ പല കാര്യങ്ങളും അവനെ കൊണ്ടങ്ങൾ ചെയ്യും. ശിർക്കൊന്നുമില്ല, ശിർക്കും കുഫ്റൊന്നുമില്ല, പക്ഷെ തിന്മകൾ ഇങ്ങനെ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കും. അത് ശൈത്താൻ അവനെ പിടിച്ചതാണ്. ശിർക്കിൽ നിന്ന്, കുഫ്റിൽ നിന്ന് രക്ഷപ്പെട്ടവനെ ശൈത്താൻ ചെയ്യുന്നത് തിന്മ ചെയ്യിക്കുക എന്നതാണ്, തിന്മ അലങ്കാരമാക്കി കാണിക്കുക എന്നതാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളുണ്ട് അള്ളാഹു എപ്പോഴും ജാഗ്രതപ്പെടുത്തുന്നു. ഭയപ്പെടാനല്ല, ഒരിക്കലും ശൈത്താനെ ഭയപ്പെടാം, അത് വേറെ വിഷയമാണ്. ഇൻഷാ അല്ലാഹ് പേടിക്കാൻ പാടില്ല, കരുതലോടെ ഇരിക്കുന്ന പറയുന്നത്. നിന്റെ ഉപ്പാനെയും ഉമ്മാനെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണമാക്കിയവനാണ്. അതുകൊണ്ട് അവനോടെ കരുതലോടെ നീങ്ങണം. നിന്റെ കടുത്ത ശത്രുവാണ് പിശാച്. ആ പിശാചിൽ നിന്ന് പ്രതിരോധിക്കാനുള്ള ശക്തി അള്ളാഹു, ഈമാൻ, തഖ്വ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അയ്യുഹന്നാസ് ഉസീകും ഇബാദല്ലാഹി വഇയ്യാഹി തഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് റജബ് 27. നമ്മുടെ നാട്ടിൽ കുറേ മനുഷ്യർ റജബിനും റജബ് 27-നും അതിൻ്റെ പേരിൽ റജബ് 28-നുമൊക്കെയായി കുറേ അനുഷ്ഠാനങ്ങൾ, ആരാധനകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൽ യാതൊരു പ്രമാണമില്ല എന്ന് അറിഞ്ഞ നമുക്ക് പോലും എത്രയധികം ആൾക്കാരങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇല്ലാതെ ഉണ്ടാവോ എന്നൊക്കെ ഒരു സംശയം വരില്ലേ പ്രിയപ്പെട്ടവരെ? റജബ് 27-നാണ് ഇസ്രാവും മിഅ്റാജും ഉണ്ടായത് എന്നും അതുകൊണ്ട് റജബ് മാസം പുണ്യമാണെന്നും 27-ന് പ്രത്യേകം പുണ്യമുണ്ടെന്നും അതുകൊണ്ട് 28 നോമ്പ് പിടിക്കണമെന്നും എന്നതാണ് ആ വിഷയത്തിലെ ശൈത്താന്റെ വിജയം. ഇപ്പൊ പറഞ്ഞതാണ്, നബി സുന്നത്തായി നിശ്ചയിച്ചു എന്ന നോമ്പ് പിടിക്കാൻ പോലും താല്പര്യമില്ലാത്തവർ ഈ ബിദ്അത്തായ നോമ്പ് പിടിക്കാൻ ഭയങ്കര വാശി കാണിക്കുന്നു. അതാണ് ശൈത്താന്റെ ഒരു വിജയം. ഇല്ലാത്തത് ഉള്ളത് ചെയ്യാൻ താല്പര്യമില്ലാതിരിക്കുകയും ഇല്ലാത്തതിന് വലിയ വാശി കാണിക്കുകയും ചെയ്യുക എന്നത് സത്യത്തിൽ നമുക്കറിയാം. മേറാജിനെ പറ്റി സലാമ ഈ മിമ്പറിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വരെ അത് റജബ് മാസത്തിലാണെന്ന് പോലും സ്ഥിരപ്പെട്ടിട്ടില്ല. ഇന്നലെ 27 റജബ് മാസത്തിലാണ് മിഅ്റാജുണ്ടായത് എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. ശാഫി മദ്ഹബുകാരനായ നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന പാരമ്പര്യവാദികൾ തങ്ങളുടെ ഇമാമാണെന്ന് പറയുന്ന സുബ്കി ഇമാം, അദ്ദേഹം ഷാഫി മദ്ഹബുകാരനാണ്, ഇവിടുത്തെ ഭൂരിപക്ഷത്തിന്റെ ഇമാമാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു റബീഉൽ അവ്വലിലാണ് മിഅ്റാജ് ഉണ്ടായത്. റബീഉൽ അവ്വൽ എവിടെ കിടക്കണം? രണ്ടും കൂടി. അതുകൊണ്ട് റജബ് 27-നോ ഒരു പ്രത്യേക ആരാധനയോ നോമ്പോ അത് ബിദ്അത്താകുന്നു. സുബ്കി ഇമാമ പറഞ്ഞേ, വേറെ പുരോഗമന സലഫികളിൽപ്പെട്ട ഒരാളല്ല പറയുന്നത്. അദ്ദേഹത്തിന്റെ കിതാബിലുള്ളതാ. മിക്കവാറും ഷാഫി 4 മദ്ഹബില്ലേ. ആദ്യത്തെ മദ്ഹബ് ഹനഫി, പിന്നെ മാലിക്കി, പിന്നെ ഷാഫി, പിന്നെ ഹംബലി. 4 മദ്ഹബിലും ഇങ്ങനെ ഒരു റജബിൽ 27-ന് മിഅ്റാജിന്റെ പേരിൽ പ്രത്യേകം എന്തെങ്കിലും കൽപ്പിച്ചതായിട്ടോ അതിന്റെ പേരിലുള്ള നിസ്കാരമോ അനുഷ്ഠാനമോ നോമ്പോ ഒരു മദ്ഹബിലും ഇല്ല. ഒരു മദ്ഹബിലും ഇല്ല. എന്നിട്ട് എങ്ങനെ വന്നു ഇത് പ്രിയപ്പെട്ടവരെ? എങ്ങനെ വന്നു ഇത്? നിങ്ങൾ ആലോചിക്കണം. ഹിജ്റക്ക് മുമ്പ് മക്കയിൽ വെച്ചാണ് മിഅ്റാജ് സംഭവിച്ചത്. എളുപ്പം മനസ്സിലാവും, പറഞ്ഞുതരാം. മക്കയിൽ വെച്ചിട്ടാണല്ലോ മിഅ്റാജ് ഉണ്ടായത്. ശേഷമാണല്ലോ ഹിജ്റ പോയത്. 10 കൊല്ലം, കൃത്യം 10 കൊല്ലം മദീനയിൽ 10 റജബ് മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചു കൂട്ടിയിട്ട് 10 കൊല്ലം. ആ റജബ് 27 വരുമ്പോ സഹാബത്തിനോട് പറയില്ലേ, ഒരു കൊല്ലല്ല 10 കൊല്ലം. ഇന്ന് ഇതാണ് മിഅ്റാജിന്റെ ദിവസമാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. ഒരൊറ്റ ഹദീസിലും ഒരു സംഭവം ഇല്ല. റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. സഹാബത്തിന്റെ നടപടിക്രമങ്ങളിൽ ഒരു റിപ്പോർട്ടും ഇന്ന് വരെ വന്നിട്ടില്ല. താബീഈങ്ങളുടെ റിപ്പോർട്ടിൽ ഇന്ന് വരെ വന്നിട്ടില്ല. 4 മദ്ഹബിന്റെ ഇമാമുകളും ഇത് പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞു ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരിൽ തന്നെ ഇത് ബിദ്അത്താവുന്നു എന്ന്. അപ്പൊ അതിൽ ശങ്ക വേണ്ട, സംശയം വേണ്ട. ഒരു കൊല്ലെങ്കിലും നബി പറയാതിരിക്കും ഇങ്ങനെ എന്തെങ്കിലും പുണ്യം
സഹാബത്തിന് പുണ്യം കിട്ടുന്ന ഒരു ചെറിയ കാര്യം പോലും റസൂലുള്ള മറച്ചു പിടിച്ചിട്ടില്ല. റസൂലുള്ള എന്ന് പറയുമ്പോൾ സ്വർഗത്തിലേക്ക് കടക്കാൻ ആവശ്യമായ പുണ്യകർമ്മങ്ങളെല്ലാം പഠിപ്പിക്കുന്ന ആൾ മുഹമ്മദ് നബിയാവുന്നു എന്ന് ഞാൻ അംഗീകരിക്കുന്നു എന്നുകൂടിയാണ് അവൻ ആ ഷഹാത്തിലൂടെ പറയുന്നത്. പക്ഷേ ശൈത്താൻ ബിദ്അത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു, സുന്നത്തിനെ മറപ്പിച്ചു കളയുന്നു. അള്ളാഹ് ചോദിക്കുന്ന അഫമൻ സയ്യിന സൂ അമലി ഫറഅഹു ഹസന ഫഇന്നല്ലാഹു യുളില്ലു മൻ യശാ വയഹ്ദി മൻ യശാ. ഫാത്തിറിൽ 8-ാമത്തെ ആയത്ത്. അഫമൻ സയ്യിന സൂ അമലിഹി, അപ്പോൾ ഒരുത്തൻ അവന്റെ തിന്മകളെ ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുന്നു. ഫറഅഹു ഹസന, ഞാൻ നല്ല കാര്യമാണ് ചെയ്തതെന്ന് അവൻ അഭിപ്രായപ്പെടുന്നു. ഫഇന്നല്ലാഹു യുളില്ലു മൻ യശാ, അള്ളാഹ് ഉദ്ദേശിക്കുന്നതിനെ പഴപ്പിക്കുന്നതിന്റെ ലക്ഷണമാണത്. അള്ളാഹ് ഒരാളെ പഴപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ പഴപ്പിക്കുന്നു എന്നതിന്റെ ലക്ഷണം തിന്മ ചെയ്യുക, അതിൽ അലങ്കാരം തോന്നുക, എന്നിട്ട് നല്ല കാര്യമായിട്ട് അവർക്ക് തോന്നുക, നല്ലതല്ലേ 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അള്ളാഹു എല്ലാ വഴികേടിൽ നിന്നും നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ശൈത്താൻ തിന്മക്ക് പ്രേരിപ്പിക്കുന്ന രൂപം ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് അള്ളാഹ് പറഞ്ഞതെന്താ? വഇദ് സയ്യന ലഹുമുശ് ശൈത്താനു അഅമാലഹും, അബൂജഹലിനും കൂട്ടർക്കും പിശാച് അവരുടെ കർമ്മങ്ങളെ അലങ്കാരമാക്കി കാണിച്ചു കൊടുത്തു. വഖാല, എന്നിട്ട് പിശാച് അവരോട് പറഞ്ഞു, ലാ ഗാലിബ ലക്കുമുൽ യൗം, ഇന്ന് നിങ്ങളെ ജയിക്കാൻ ലോകത്ത് ആരും തന്നെ ഇല്ല. അബൂജഹൽ ഒരു മനുഷ്യകുലത്തിലാണ് വന്നത്. ശൈത്താൻ ഒരു മനുഷ്യകുലത്തിൽ വന്നിട്ട് അബൂജഹലിന്റെ അഭിപ്രായം ചർച്ച നടക്കുമ്പോൾ ചിലർ മടങ്ങിപ്പോകാന്ന് പറഞ്ഞു. നമ്മളെ കച്ചവട സംഘം രക്ഷപ്പെട്ടു, ഒരു പൈസ നമുക്ക് നഷ്ടം വന്നില്ല, അതുകൊണ്ട് ഇനി നമ്മൾ യുദ്ധം വേണ്ട, പോവാ. അബൂജഹലിന്റെ മനസ്സ് യുദ്ധം ചെയ്യണം, മുസ്ലിങ്ങളെ മൊത്തം നശിപ്പിക്കണം എന്നതാണ്. അത് മനസ്സിലാക്കുന്ന ശൈത്താൻ പറഞ്ഞു, ഇന്ന് നിങ്ങളെ ഇത്ര നല്ലൊരു സൈന്യം വേറെ ഇല്ല, നിങ്ങളെ ജയിക്കാൻ ആരുമില്ല. ലാ ഗാലിബ ലക്കുമുൽ യൗം മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് നിങ്ങളെ ജയിക്കാൻ ആരുമില്ല. വഇന്നീ ജാറുൽ ലക്കും, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ശൈത്താനെ അബൂജഹലിനോട് പറഞ്ഞാണ്, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഫലമ്മാ തറാഅത്തിൽ ഫിഅത്താൻ, അങ്ങനെ രണ്ട് സംഘം കൂട്ടിമുട്ടിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ 313 സഹാബികളും അബൂജഹലിന്റെ നേതൃത്വത്തിൽ 1000-ഓളം വരുന്ന സൈന്യവും ഏറ്റുമുട്ടിയപ്പോൾ നകസ അലാ അഖബൈ, ഇബ്ലീസ് നേരെ ഉൾട്ടമറിഞ്ഞു. വഖാല ഇന്നി ബരീഉം മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവാകുന്നു. ഇനി അറാമാല തറവ്, നിങ്ങൾ കാണാത്ത ചിലരെ ഞാൻ കാണുന്നു. ഇനി അഖാഫുല്ലാഹ, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. വല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നു. എപ്പോഴാ? കൂട്ടിമുട്ടിച്ച് കഴിക്കുകയാണ്. അതാണ് ഖന്നാസ് എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ. ഖന്നാസ് എന്ന് പറയാൻ കാരണം മനുഷ്യനെ വഞ്ചനയിൽ പെടുത്തി കൂടെ നിൽക്കൂല, പിന്തിരിയും. മലക്കുകളെ കണ്ടപ്പോഴാ പറഞ്ഞത്, ഇനി ആറാമാലാത്തറവ്, നിങ്ങൾ കാണാത്ത ചിലരെ ഞാൻ കാണുന്നു. യുദ്ധം തുടങ്ങിയ പിന്നാണ് മലക്കുകൾ വന്നത്. നിങ്ങൾ കാണാത്ത ചിലരെ കാണുന്നു. മാത്രമല്ല, എനിക്ക് അള്ളാനെ ഭയങ്കര പേടിയാ. ആർക്ക്? ഇബ്ലീസിനെ. അങ്ങനത്തെ പേടിക്കാതെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാനെ പേടി കാരണം അള്ളാന്റെ ഭവൻ വീട്ടിലേ വരില്ല, ഒരു പേടിയായിട്ട്. പള്ളിയിലേക്ക് വരില്ല, അള്ളാനെ ഭയങ്കര പേടിയാണ്. ഇബ്ലീസ് പറഞ്ഞിട്ടില്ലേ, ഇന്നീ അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. വല്ലാഹു ശദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഞാനില്ലട്ടാ, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് യുദ്ധത്തിന് പ്രേരിപ്പിച്ചത്. യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞപ്പോ ഇബ്ലീസ് ഇത് ഈ മനുഷ്യ പിശാചുക്കൾ, മനുഷ്യരിലുണ്ട് അത്തരം പിശാചുക്കൾ. വളരെ ശ്രദ്ധിക്കണം. കൂട്ടുകാരെ സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഗുണകാംക്ഷയാണെന്നൊക്കെ തോന്നിപ്പോവും. നല്ല കാര്യങ്ങളാണ് പറയുന്നത്, ചതിക്കാനാണ്, വഞ്ചിക്കാനാണ്, രണ്ടുപേരെ ഇഷ്ടം ഇല്ലാതാക്കാനാണ്, വഴക്ക് മൂർച്ഛിപ്പിക്കാനാണ് അവൻ ഉദ്ദേശിക്കുന്നത്. തഞ്ചത്തിൽ അവൻ ഒഴിഞ്ഞു മാറുകയും ചെയ്യും. ഞാനാണ് പറഞ്ഞതെന്ന് പറയണ്ടെന്നൊക്കെ പറയും. ഞാനാണ്
ഒഴിഞ്ഞു മാറും. അപ്പൊ അത് ഖന്നാസാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇബ്ലീസിനെ ഭയപ്പെടാതിരിക്കുക, എന്നാൽ എപ്പോഴും കരുതലുണ്ടായിരിക്കണം. എന്നെ വഞ്ചിക്കാൻ, എന്നെ പറ്റി നമ്മൾ ആലോചിച്ചാൽ നമ്മ അവരെ പറ്റി ആലോചിക്കാം എപ്പോഴും, അല്ലേ? അവര് അങ്ങനെയല്ല ആലോചിക്കണ്ടേ. എന്റെ സ്ഥിതി എന്താ, എന്റെ അവസ്ഥ എന്താ? എന്നെ പിശാച് വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ? ഏതെങ്കിലും നിനക്ക് എന്നെ തെറ്റിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ? അത് നേരിട്ടാവണമെന്നില്ല, മറ്റൊരാളിലൂടെയാവും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സംഭവം നമ്മൾ പലതവണ കേട്ടിട്ടില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സാന്നിധ്യത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇരിക്കുമ്പോൾ ഒരു ഭയം വന്നു. അവൻ ധാരാളമായിട്ട് അപഹസിച്ചു സംസാരിച്ചു, മോശമായി. അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹം മൗനം പാലിച്ചു. അബൂബക്കർ സിദ്ദീഖ് മൗനം പാലിച്ചു. റസൂലുള്ളാഹി ഇത് കേട്ടിട്ട് പുഞ്ചിരിച്ചിരിക്കുന്നു. അവൻ തിരിച്ചുപോയി. ഇവിടുന്ന് ഒരു പ്രതികരണമില്ല. തിരിച്ചു പോകുമ്പോൾ അവർക്ക് ദേഷ്യം കൂടി. അബൂബക്കർ ഞാൻ എന്തെങ്കിലും ഇങ്ങോട്ട് പറയണ എത്തി പറയായിരുന്നല്ലോ എന്ന് വെച്ചിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെയും ചീത്ത പറയാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ദേഷ്യം വന്നു. എഴുന്നേറ്റു, എന്തോ പറയാൻ എഴുന്നേറ്റു. അപ്പൊ റസൂലുള്ള പെട്ടെന്ന് അവിടെ എഴുന്നേറ്റ് പോയി. റസൂലുള്ള പെട്ടെന്ന് എഴുന്നേറ്റ് പോയപ്പോൾ മിന്നി അബൂബക്കർ സിദ്ദീഖ് ഉടനെ പിന്നാലെ ചെന്നു. അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് പറ്റിയത്? അല്ല, നിന്റെ അടുത്ത് വന്ന ആ മനുഷ്യൻ നിന്നെ ബത്സിച്ച് സംസാരിച്ചപ്പോ നീ മൗനം പാലിച്ചില്ലേ? അപ്പോൾ ഒരു മലക്ക് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, ഒരു മലക്ക് നിനക്ക് വേണ്ടി നിന്റെ പാപം പൊറുക്കാൻ, നിനക്ക് നന്മ ലഭിക്കാൻ. ആ മനുഷ്യൻ നിന്നെ ചീത്ത പറയുമ്പോഴും നീ മൗനം പാലിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഒരു മലക്ക് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതാണ് ഞാൻ അവിടെ പുഞ്ചിരിച്ചിരുന്നത്. രണ്ടാമത് വന്നപ്പോ നിനക്ക് ദേഷ്യം വന്നു, നീ എന്തോ പറയുന്നു. അപ്പൊ മലക്ക് പോയി. അപ്പൊ ഞാനും ഇവിടെ പോയി. അത്രയും ഉണ്ടായിരുന്നു. നമ്മളെ വഞ്ചിക്കാൻ പറ്റിയില്ലെങ്കിൽ പിശാച് അവൻ വഞ്ചിച്ച ഒരാളെ നമ്മൾ എടുത്തുകൂടും. അതാണ് അപകടം. ആ ബുദ്ധിയൊക്കെ പിശാചിനെ പിടിച്ചിട്ട് കിട്ടില്ല. പിശാചിന് നമ്മളെ കിട്ടില്ല. കസ്റ്റഡി കിട്ടിയ ഒരാളുണ്ടല്ലോ, അയാളെ അടുത്തുകൂടും. നമ്മളെടുത്ത് അയാൾ മുഖേന നമ്മള് ആ കുഴപ്പത്തിലാവും. അതുകൊണ്ട് പേടിയല്ല, ജാഗ്രത പാലിക്കണം. നല്ല കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ മനുഷ്യരുടെ കൂട്ടത്തിലുള്ള കൂട്ടാൻ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന ആളാണ്. നമുക്ക് ഇഷ്ടമില്ലല്ലോ. പരലോകത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ആളാണോ അവനാണ് നിന്റെ ഏറ്റവും നല്ല ചങ്ങാതി. അങ്ങനത്തെ ഒരു തീരെ ഇഷ്ടമില്ല നമുക്ക്. അള്ളാഹ് പരലോകട്ട എന്ന് പറയുന്ന ഒരാൾ ഇഷ്ടമില്ല. അതില്ലാത്തവൻ നിന്റെ ചീത്ത കൂട്ടുകാരനാണ്. നീ ഒരാളെ മിത്രമാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ മിത്രത്തിന്റെ ദീൻ ഏതാണോ അതിലാണ് നീ. ശ്രദ്ധിക്കണം. പിഴച്ച കക്ഷികളോ പിഴച്ച വിശ്വാസങ്ങൾ പുലർത്തുന്നവരോ അനിസ്ലാമികയിൽ ജീവിക്കുന്നവരൊക്കെ ഉറ്റമിത്രമായി മാറിക്കൂടാ. റസൂൽ പറയാണ്, അവന്റെ ഉറ്റമിത്രം ഏതാണ് അവന്റെ ദീനിലായിരിക്കും ഇവൻ. നമ്മൾ അള്ളാഹുവിന്റെ ദീനിലാ, റസൂലുള്ള പഠിപ്പിച്ച ദീനിലാ. അത് ഖുർആനും സുന്നത്തുമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആളുകളെ നോക്കിയിട്ടല്ല, എപ്പോഴും നമ്മൾ പരിഗണിക്കേണ്ടത് നമ്മളെ തന്നെയാണ്. ആൾക്കാർക്ക് പറ്റിയ അബദ്ധമൊക്കെ പുറത്തേക്ക് നോക്കിയിട്ടാ അയാള് അല്ല, ഞാൻ എൻ്റെ സ്ഥിതി എന്താണ്, എൻ്റെ അവസ്ഥ എന്താണ് എന്ന ഭയപ്പാടോ മുന്നോട്ട് പോവുക. അള്ളാഹുവിൻ്റെ കരുണ നമുക്ക് ലഭിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.